ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായ ചിക്കൻ മുഗ്ലായി ആണ്. എങ്ങനെയാണ് ഈ ചിക്കൻ മുഗ്ലായി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 50 ഗ്രാം ബദാമാണ് എടുത്തേക്കുന്നത്. അതുപോലെ 1 സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇതിൽ മുഴുവൻ മല്ലിയാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ 7-8 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് പൊടിക്കേണ്ടതുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇതിൽ തക്കാളിയുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. പിന്നെ വേണ്ടത് 1/2 കപ്പ് പശുവും പാലാണ്. അതുപോലെ 3 സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 4 സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ചിക്കൻ കറി വയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് അധികം മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ബാക്കി ചിക്കൻ കറി എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതിന് നെയ്യ് തന്നെ എടുക്കുക, നമ്മുടെ ഓയിൽ എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കോരി മാറ്റാനായിട്ട്. ഇതുപോലെ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ നെയ്യിൽ കിടന്നിട്ട് ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇല്ലയോ, ബദാമിൻ്റെയൊക്കെ മസാല, അത് ചേർത്ത് കൊടുക്കാം. ഈ മസാലയും ചേർത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 3-4 മിനിറ്റ് ഈ മസാലയിൽ കിടന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം 3 സ്പൂണോളം തൈരുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എരിവൊക്കെ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എരിവൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് അരമണിക്കൂറെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കസൂരി മെത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉലുവയുടെ ഇലയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കസൂരി മെത്തിയും അതുപോലെ പച്ചമുളകും കൂടെയൊക്കെ ചേർത്ത് ഇളക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ മുഗളായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.